ലോക കേരള സഭയുടെ 4-ാം സമ്മേളനത്തിൽ കുവൈറ്റിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം പ്രഖ്യാപിച്ചു. ഫൊക്കാനയും പ്രവാസി വ്യവസായി JKയും ആണ് 2 ലക്ഷം രൂപ വീതം ധനസഹായം പ്രഖ്യാപിച്ചത്. 4-ാം സമ്മേളനത്തിൻ്റെ ലോക കേരള സഭയുടെ 4-ാം സമ്മേളനത്തിൻ്റെ കൂടുതൽ വിവരങ്ങളുമായി നൃപൻ ചക്രവർത്തി ഞങ്ങളുടെ പ്രതിനിധി കൂടി ചേരുകയാണ്. നൃപൻ, പ്രവാസികളുമായി ബന്ധപ്പെട്ടും കേരളത്തെയും ഒക്കെ അടുപ്പിക്കുന്ന ഒരു വലിയ സംരംഭമാണ് ലോക കേരള സഭ. തുടക്കത്തിലൊക്കെ വലിയ വിമർശനങ്ങളുണ്ടായി എങ്കിൽ പോലും അതിനെ മറികടന്നുകൊണ്ട് അതിൻ്റെ വിജയഗാഥ രചിക്കുകയായിരുന്നു. ഇപ്പോഴിതാ കുവൈറ്റിൽ മലയാളികൾ മരിച്ചപ്പോൾ അതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ 4-ാം സമ്മേളനം. എന്തൊക്കെയാണ് ഈ സമ്മേളനത്തിൻ്റെ ഇന്നത്തെ വിവരങ്ങൾ, മറ്റ് വിശദാംശങ്ങൾ ചേർത്താൽ? അജിംഷാദെ, ലോകത്ത് വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്ന പ്രവാസി മലയാളികളുടെ വലിയ പ്രതീക്ഷയാണ് ലോക കേരള സഭ. ആ പ്രതീക്ഷയ്ക്ക് പൂർണ്ണമായ സാധൂകരണം തന്നെയാണ് ഇന്നത്തെ ലോക കേരള സഭയുടെ 4-ാം സമ്മേളനത്തിൻ്റെ ഉദ്ഘാടന സെക്ഷൻ എന്ന് തന്നെ പറയാം. മലയാളി ലോകത്ത് എവിടെ ആയിരുന്നാലും ഹൃദയം കൊണ്ട് കേരളത്തോട് ഐക്യപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ ദുരന്ത ഘട്ടത്തിൽ പോലും കുവൈത്തിൽ ഈ ദുരന്ത സാഹചര്യമുണ്ടായതുകൊണ്ടാണ് സെക്ഷനൊക്കെ ഉദ്ഘാടനത്തിൻ്റെ പ്രൗഢഗംഭീരമായ സെക്ഷനൊക്കെ വെട്ടിക്കുറച്ചിട്ട് ഉദ്ഘാടന സെക്ഷനും സീരിയസ് ആയിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള ചർച്ചകളുടെ സെക്ഷൻ മാത്രമായി ലോക കേരള സഭയുടെ 4-ാം സമ്മേളനം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പറഞ്ഞത് ഏറ്റവും അഭിമാനകരമായ കൂടിച്ചേരലാണ് ഉണ്ടായിരിക്കുന്നത് എന്നതാണ്. പ്രത്യേകിച്ച് നേരത്തെ നമ്മൾ ഈ വാർത്തയുടെ സ്റ്റോറിയിൽ പറഞ്ഞതുപോലെ കുവൈത്തിൽ തീപിടുത്തത്തിൽ മരണപ്പെട്ട പ്രവാസികൾക്ക്, മലയാളികൾക്ക് എല്ലാവർക്കും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ഈ സെക്ഷൻ തന്നെ ആരംഭിച്ചത്. ഈ കഴിഞ്ഞ 3 സമ്മേളനങ്ങളും നാം ചർച്ച ചെയ്ത വിഷയങ്ങളിലൊക്കെ തന്നെ അത് മുഴുവൻ പൂർത്തീകരിക്കാൻ ഈ പറഞ്ഞ ലോക കേരള സഭയ്ക്കായി എന്നതാണ് ഏറ്റവും അഭിമാനകരമായ നേട്ടമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റൊന്ന്, ഏറ്റവും കൂടുതൽ വിദേശ വരുമാനം കൊണ്ടുവരുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രവാസികളാണ്. ഈ പ്രവാസികളെ സംബന്ധിച്ച് ഇതെല്ലാം ലഭിക്കുമ്പോഴും അതിനനുസരിച്ചുള്ള നന്ദി ഇന്ത്യയിലെ സർക്കാരുകൾ പ്രവാസികളോട് കാണിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പ്രവാസികൾക്ക് ഈ സീസൺ സമയത്തുണ്ടാകുന്ന വിമാന ടിക്കറ്റിലെ വർധനവാണ്. അത് അടക്കം ഉള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാർ അർഹമായ പരിഗണന പ്രവാസികൾക്ക് നൽകുന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഔദ്യോഗികമായി ഇതിൻ്റെ സെക്ഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഇനി അജിംഷാദിൻ്റെ ചർച്ചകളാണ്. വിവിധ സെക്ഷനുകളിലായി വിവിധ മേഖലകളിലായിട്ടുള്ള ചർച്ചകൾ നടക്കും. ആ ചർച്ചകൾക്ക് ശേഷമാണ് നാളെ ഈ ലോക കേരള സഭയുടെ 4-ാമത് സമ്മേളനം അവസാനിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമ്മേളനത്തിൽ വച്ച് തന്നെ ഈ മലയാളികളോട് ഐക്യപ്പെടുന്ന പ്രവാസി സംഘടനകളുടെ പ്രധാനപ്പെട്ട ഫൊക്കാനയുടെ അവരുടെ ഭാരവാഹിയായിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള ഫൊക്കാന പ്രസിഡന്റ് ബാബു സ്റ്റീവൻ തന്നെ ഈ കുവൈത്തിൽ മരണപ്പെട്ട തൊഴിലാളികൾക്ക്, പ്രവാസികളുടെ കുടുംബങ്ങൾക്ക് സഹായധനമായി 2 ലക്ഷം രൂപ ആണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റൊരു പ്രവാസി മലയാളിയായിട്ടുള്ള JK മേനോൻ 2 ലക്ഷം രൂപ സഹായം മുഴുവൻ പ്രവാസി ഈ മരണപ്പെട്ട മലയാളി കുടുംബങ്ങൾക്ക് നൽകും. ഒപ്പം തന്നെ കുടുംബത്തിലെ ഒരാൾക്ക് തൊഴിലും നൽകും എന്ന് ഈ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. ആദരണീയനായ സ്പീക്കറാണ് ഈ സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. ചീഫ് സെക്രട്ടറി വേണു ഇത് സംബന്ധിച്ച് ആമുഖ പ്രഭാഷണം നടത്തി. ഈ നയരേഖയുണ്ട്, അതിൻ്റെ പ്രകാശനവും മുഖ്യമന്ത്രി അവിടെ ചടങ്ങിൽ വച്ച് നിർവഹിച്ചു. ജനപ്രതിനിധികൾ ജോൺ ബ്രിട്ടാസ് MP, ഒപ്പം തന്നെ മന്ത്രിയായിട്ടുള്ള K രാജൻ, ഒപ്പം തന്നെ പ്രവാസി സംഘടനകളുടെ വിവിധ നേതാക്കളൊക്കെയാണ് ഈ പ്രവാസി സമ്മേളനത്തിൽ ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നത്. ആദ്യ സെക്ഷൻ ഇനി അതിന് ഗ്രൂപ്പ് തിരിച്ചുള്ള ചർച്ചകളാണ്. നാളെയാണ് വിവിധ മേഖലകൾ തിരിച്ചിട്ടുള്ള അവരുടെ പ്രബന്ധങ്ങൾ, അവരുടെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുക. അതിൽ മുഖ്യമന്ത്രി നാളെ മറുപടി പറയുകയും ചെയ്യും. അജിംഷാദ്, തീർച്ചയായും ഈ ലോക കേരള സഭ ഏതൊക്കെ തരത്തിലാണ് പ്രവാസിക്ക് ഗുണപ്പെടുന്നത്, അല്ലെങ്കിൽ പ്രവാസികൾക്ക് താങ്ങാകുന്നത് എന്നതിൻ്റെ തെളിവാണ് ഇന്ന് നേരത്തെ നിർബൻ സൂചിപ്പിച്ചതുപോലെ ഈ 2 ലക്ഷം രൂപ ഫൊക്കാനയും പിന്നീട് ഈ വ്യവസായിയായിട്ടുള്ള ആൾ 2 ലക്ഷവും, അങ്ങനെ 4 ലക്ഷമാണ് മൊത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ലഭിക്കുക, അല്ലേ നിർബൻ? തീർച്ചയായും. നേരത്തെ തന്നെ യൂസഫ് അലി 5 ലക്ഷം രൂപ എല്ലാ കുടുംബങ്ങൾക്കും, എല്ലാ മരണപ്പെട്ട മലയാളികൾക്കും പ്രഖ്യാപിച്ചിരുന്നു. അതിനോടൊപ്പം തന്നെയാണ് ഇനി ഈ 2 ലക്ഷം രൂപ വീതം 4 ലക്ഷം രൂപ ലഭിക്കുക. ഒപ്പം തന്നെ ഈ JK മേനോൻ്റെ പ്രഖ്യാപനത്തിൽ നേരത്തെ അജിംഷാദ് ഞാൻ സൂചിപ്പിച്ചതാണ്. അതിൽ കുടുംബത്തിൽ ഒരാൾക്ക് അയാളുടെ കുടുംബം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലും ഉറപ്പ് നൽകുന്നുണ്ട്. അത് വേണ്ട പൂർണ്ണമായ പിന്തുണയും മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ, സ്പീക്കറുടെ സാന്നിധ്യത്തിൽ, മുഴുവൻ പ്രവാസി ഈ പങ്കെടുത്ത പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് ഈ ഉറപ്പ് നൽകിയത്. അജ്മഷാദ്, ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്താണ് ഇത് ഫലവത്താകുന്നത്? ആ ഒരു ഐക്യനിര കേരളത്തിൻ്റെ ലോകത്ത് ഇവിടെ ആണ് മലയാളികൾ ജീവിച്ചിരുന്നാലും കേരളത്തോട് അവരുടെ ഹൃദയം ചേർത്ത് വച്ചിരിക്കുന്നു. കേരളത്തിലൊരു ദുരന്തമുണ്ടായാൽ നമുക്കറിയാം, ഈ പറഞ്ഞ വലിയ തരത്തിലുള്ള പ്രളയമുണ്ടായപ്പോൾ ഈ പറഞ്ഞ
വലിയ പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെയൊക്കെ 2 തവണയും കേരളം പോയപ്പോഴൊക്കെ തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള പ്രവാസികളുടെ അണമുറിയാത്ത സഹായ ഹസ്തമാണ് കേരളത്തിൽ ലഭിച്ചത്. അവർക്ക് മാന്യമായ അംഗീകാരം നൽകുന്നു. കേരളത്തിൻ്റെ വികസനത്തിൽ അവരുടെ ധനം ഉപയോഗിക്കുന്നു, അവരുടെ മനസ്സുപയോഗിക്കുന്നു, അവരുടെ ഈ മുഴുവൻ മനുഷ്യാധ്വാനത്തിൻ്റെ പങ്കും ഭാവി കേരളത്തിൻ്റെ ഉന്നമനത്തിനോട് ഉപയോഗിക്കുക എന്നതാണ്. തിരിച്ചും അവരോട് പ്രവാസികളോട് കേരളം കടപ്പെട്ടിരിക്കുന്നത്. അതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. പ്രവാസികളിൽ നിന്ന് എല്ലാ തരത്തിലുള്ള നന്മയും എല്ലാ തരത്തിലുള്ള സാമ്പത്തിക സഹായവും നമ്മൾ സ്വീകരിച്ചിരുന്നു. അവർക്ക് ആദ്യമായി ഒരു അംഗീകാരം തിരിച്ച് നൽകി തുടങ്ങിയത് ആദ്യം ഈ ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട സർക്കാരിൻ്റെ പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ്. അതിനുള്ള പൂർണ്ണമായ പിന്തുണയാണ് ഈ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് 103 രാജ്യങ്ങളിൽ നിന്ന് 25 സംസ്ഥാനങ്ങളിൽ നിന്നും നിരവധി പ്രതിനിധികൾ, ജനപ്രതിനിധികൾ, എംപിമാരും MLA-മാരും ഈ പരിപാടിയുമായി പൂർണ്ണമായി സഹകരിക്കുന്ന. ഒരു കാര്യം കൂടിയാണ് ജിംഷാദ്, ഈ 3 സമ്മേളനത്തിലും മറ്റ് സംഘടനകൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷം പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. ഈ സമ്മേളനത്തിൽ UDF തന്നെ തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ സംഘടനകൾ, പ്രവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് ഒരു തരത്തിലുള്ള വിലക്കുമില്ല. KMCCയുടെ നിരവധി ഭാരവാഹികൾ, കോൺഗ്രസിൻ്റെ വിവിധ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന സംഘടന ഭാരവാഹികളടക്കം ഈ പറയുന്ന 4ാമത് പ്രവാസി ലോക തീർച്ചയായും ഈ 4ാം ലോക കേരള സഭയോടുകൂടി ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിലാണെങ്കിൽ പോലും അതൊരു വലിയ രാഷ്ട്രീയമായി കൂടിയുള്ള ഒരു വിജയം കൂടിയാണ്. രാഷ്ട്രീയം എന്നത് സങ്കുചിതമായ കക്ഷി രാഷ്ട്രീയം എന്നതിൻ്റെ അർത്ഥത്തില്ല. ലോക കേരള സഭയുടെ വലിയ അർത്ഥത്തിലുള്ള ഒരു വിജയമാണ് അത് സാധ്യമാക്കുന്നത്, അല്ലേ എന്നപ്പൻ? തീർച്ചയായും അത് സങ്കുചിതമായ രാഷ്ട്രീയമല്ല, വിശാലമായ രാഷ്ട്രീയ കാഴ്ചപ്പാടെന്ന് പറയാം. കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടിയുള്ള പൊതു കാഴ്ചപ്പാട്. ആ കാഴ്ചപ്പാടിൽ അവസാനം മുസ്ലിം ലീഗിൻ്റെ വലിയ തരത്തിലുള്ള സമ്മർദ്ദം കഴിഞ്ഞ UDF യോഗത്തിലുണ്ടായിരുന്നു. അവസാനം ഈ കോൺഗ്രസ് നേതാക്കൾക്ക് സമ്മതിക്കേണ്ടി വന്നു. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ട് ഇനി പ്രവാസികളുടെ വിഷയം പറയുന്നൊരു മേഖലയിൽ പ്രവാസികളെ അകറ്റി നിർത്തുന്നത് വലിയ തരത്തിലുള്ള ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുമെന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള സംഘർഷം, ഇന്റേണൽ ഫൈറ്റ് ലീഗിൻ്റെ ഈ UDF യോഗത്തിലുണ്ടായി. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് അങ്ങനെ ഒരു നിർദ്ദേശത്തിലേക്ക് പോയത്. പൂർണ്ണമായി പ്രവാസികളിലുള്ള UDF-ൻ്റെയും ലീഗിൻ്റെയും സംഘടനകൾ ഈ വരുന്ന 4ാം ലോക കേരള സഭയിൽ പങ്കെടുക്കുന്നുണ്ട്. ജിംഷാദ്. ശരി, നിർഭനാണ് ലോക കേരള സഭയുടെ 4ാം സമ്മേളനത്തിൻ്റെ ഇന്നത്തെ ദിനത്തിൻ്റെ വിവരങ്ങൾ സമഗ്രമായി നൽകിയത്.